തിരുവചനം തിരുമതിൽ എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടെ ദിവാത്സല്യമേ ആശ്രവസ്തുത പ്രകാശങ്ങളുടെ കർത്താവ് തന്നെ ജനത്തെ നയിക്കത്തക്കണം അവിടുന്ന് ഒരുക്കുന്ന മുഖാന്തരക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവ് വർഷത്തിൻ്റെ 4-ാം മാസത്തിൻ്റെ ദിവസം വരെ ഞങ്ങളെ ഓരോരുത്തരെ നിലനിർത്തിയ അവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. എൻ്റെ കൃപയുടെ സാന്നിധ്യം എന്നെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങയുടെ മഹത്വത്തിനൊത്തണം ഓരോ ദിവസവും എൻ്റെ ജനത്തെ നയിക്കുവാൻ കർത്താവ് ഈ വചനങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇതിൻ്റെ കൃപയും സാന്നിധ്യവും എന്നോട് കൂടെ ഉണ്ടായിരിക്കുന്ന കർത്താവ്, എൻ്റെ വാക്കുകളോട് വചസ്സോ ശബ്ദത്തോടോ പടത്തോടു കൂടെ ഉണ്ടായിരിക്കും കർത്താവ്. ഇത് ജനം അങ്ങയുടെ വചനമായ അടിയൻ അങ്ങയുടെ കർത്താവ് ബലഹീന അടിയനെ അങ്ങയുടെ ശ്രേഷ്ഠ കൃപകളിൽ നിലനിർത്തി കർത്താവെ തൻ്റെ ജനത്തെ നയിക്കുക, ബലപ്പെടുത്തുവാൻ, വചനം ആഴമായി സ്പർശിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഈ സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ സംബന്ധിക്കുവാനും ഒരു നോയമ്പ് കാലം പൂർത്തീകരിക്കാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കുകയും ഇടയാക്കുകയും ചെയ്തു. ഒരു നോയമ്പ് പൂർത്തീകരണം കഴിഞ്ഞ് കഷ്ടാനുഭവിച്ച ശുശ്രൂഷകൾ സംബന്ധിച്ച് ഉയർപ്പ് പെരുന്നാളുകൾ ആഘോഷിച്ച് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ടെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് അത് യഥാർത്ഥമായ ഒരു അനുഭവമാണോ അതോ ഒരാഘോഷമായിട്ടാണോ മാറിയിരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പെരുന്നാളെന്ന് പറയുമ്പോൾ ഇന്ന് അത് വലിയൊരു ആഘോഷമായിട്ട് ലോകത്ത് പലയിടത്തും പല കാര്യങ്ങൾ ഒരുക്കുവാൻ ഇടയാകുന്നുണ്ട്. ഈസ്റ്റർ നൈറ്റ് ഡിന്നർ, ഈസ്റ്റർ ലഞ്ച്, അങ്ങനെ പല കാര്യങ്ങളും. ഇതിലൊക്കെ നാം അനേകർ കടന്നുപോയി സംബന്ധിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗവത്താകുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നാം ആരെയാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നത്? എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട് പ്രതിയോഗിയുടെ തല തകർത്തുകൊണ്ട് മരണത്തെ ജയിച്ച കർത്താവിനെയാണോ നാം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ പരിശ്രമിക്കുന്നത്? അതോ ഇന്നത്തെ സാമൂഹ്യ മേഖലകളിൽ എപ്രകാരം മനുഷ്യനെ ഇപ്രകാരമുള്ള പ്രവർത്തനത്തിലേക്ക് തള്ളിയിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുവാൻ പരിശ്രമിക്കുന്ന പ്രതിയോഗിയുടെ തന്ത്രങ്ങളിലേക്കാണ് നാം വീണു പോകുന്നതെന്ന് ചിന്തിക്കണം. നാം നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ആഘോഷങ്ങളാണ്. പക്ഷേ ഈ ആഘോഷങ്ങളുടെ മറവിൽ പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തികളുണ്ടെന്ന് മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് അനുഗ്രഹപ്രദമായ ഒരു നോയമ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കാര്യത്തെ പറ്റിയാണ്. യോഹന്നാന്റെ സുവിശേഷം 20:25 ഇപ്രകാരമാണ് പറയുന്നത്: മറ്റേ ശിഷ്യന്മാർ അവനോട് ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ കൈകളിൽ ആണികൾ കൊണ്ടുള്ള മുറിവുകൾ കാണുകയും ആണിപ്പഴുതുകളിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട ശിഷ്യന്മാര് അവിടെ അന്നേരം ഇല്ലാത്ത തോമാസ്ലീഹയോട് പറയുമ്പോൾ തോമാസ്ലീഹയുടെ പ്രതികരണമാണ് ഇവിടെ നാം കാണുന്നത്. അതായത്, ഞാൻ അവൻ്റെ കൈകളിലെ ആണികൾ കൊണ്ടുള്ള മുറിവുകൾ കാണുകയും ആണിപ്പഴുതുകൾ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. നാം ഇന്ന് ആ ഒരു ജീവിത സാഹചര്യത്തിലാണോ? യോഹന്നാന്റെ സുവിശേഷം പ്രത്യേകിച്ച് 20-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ
കർത്താവിൻ്റെ പല കാര്യങ്ങൾ ഇനിയും എഴുതുവാൻ കഴിയണമെങ്കിൽ അതൊന്നും എഴുതുവാൻ കഴിയത്തില്ലെന്നുള്ള കാര്യത്തെപ്പറ്റി പ്രസ്താവിക്കുക. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണെന്നൊക്കെയാണ്. പക്ഷെ ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിത സാക്ഷ്യമാണെങ്കിൽ ഇവിടെയാണ് ക്രൈസ്തവ സമൂഹത്തിന് വീഴ്ചകൾ വന്നുപോയിട്ടെന്നൊന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹം വളരുന്നില്ല? എന്തുകൊണ്ട് ദേവാലയങ്ങൾ ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു? നാം പലതും പറയുവാൻ കഴിയും. അതായത് ഈ കാരണം കൊണ്ടാണ്, ആ കാരണം, ഇതൊക്കെ കഴിയും. എന്തുകൊണ്ട് അനേകര് ക്രൈസ്തവ സമൂഹത്തെ കബളിപ്പിക്കുന്ന അവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്നു? വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വചനം വളച്ചൊടിച്ച് അവരുടെ ജീവിതം സ്വയമായി ജീവിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്ന അവസ്ഥ. ഇതിൻ്റെ അർത്ഥം എവിടെയോ നമ്മളുടെ വ്യക്തിഗത ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം അകന്നുപോയിരിക്കുന്നു. തോമാസ്ലീഹായെ പോലെ നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധനയിൽ എവിടെയോ സംശയം കലർന്നു വന്നിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സത്യമെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് യാഥാർത്ഥ്യമെന്ന് നാം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ മുമ്പോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20:19 ഇപ്രകാരമാണ് എഴുതുന്നത്: ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായ അന്ന് വൈകുന്നേരം, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ച് കൂടിയിരിക്കുമ്പോൾ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, മഗ്ദലക്കാരി മറിയ ആ കല്ലറയിൽ ചെന്ന് യേശുവിനെ കണ്ടെന്നൊക്കെ വന്നു പറഞ്ഞിട്ടും ശിഷ്യന്മാർ ഭയത്തോടും ഭീതിയോടുമാണ് ജീവിക്കുന്നത്. കാരണം അന്ന് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദിവസങ്ങളായിരുന്നു. അപ്പോൾ അവര് യഹൂദന്മാരെ ഭയപ്പെട്ട് മാറിയിരുന്ന് ഒരു ഭവനത്തിൽ ആയി യഥാർത്ഥത്തിൽ ആരും അറിയരുതെന്നുള്ള ചിന്തകളോടെയാണ് അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ അവരുടെ മധ്യേ കർത്താവ് കടന്നു വന്ന് നിൽക്കുക, അതായത് ക്രൂശിക്കപ്പെട്ട അടക്കപ്പെട്ട കർത്താവ് മധ്യേ കടന്നു വന്ന് നിൽക്കുമ്പോൾ, ഇന്ന് നമ്മുടെ മധ്യേ കർത്താവ് കടന്നു വന്ന് നിന്നാലും അതേ ഭയപ്പാടായിരിക്കും നമ്മുടെ ജീവിതത്തിലും. നാം ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മളായിരിക്കുന്ന സഭകളിലോ ശുശ്രൂഷകളുടെ മധ്യത്തിൽ കർത്താവ് അപ്രകാരം ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അവിടെയുള്ളവരെല്ലാം ഓടിപ്പോകും. കാരണം നമ്മുടെ വിശ്വാസവും ഏകദേശം തോമാസ്ലീഹയുടെ അവസ്ഥ പോലെയാണ്. അപ്പോൾ അവിടെ കാണുമ്പോൾ അവർ ഭയപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറയുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ 20-21 വായിക്കുമ്പോൾ, ഇത് പറഞ്ഞ ശേഷം അവൻ കൈകളും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കർത്താവ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൗത്യത്തിൻ്റെ ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. പിതാവ് എന്തിനാണ് കർത്താവിനെ അയച്ചത്? വഷളത്വം നിറഞ്ഞ ലോകത്തിൽ ആ കാലയളവിൽ അവരുടെ പാപപരിഹാരമായി യാഗമായി അർപ്പിക്കപ്പെട്ട മൃഗങ്ങൾക്ക് പകരം സ്വന്തം മകനെ ഭൂമുഖത്തേക്ക് അയച്ച് യാഗമായി അർപ്പിക്കപ്പെടത്തക്കണം. ആ ക്രൂശ് മരണത്തിലൂടെ ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമായി മാറുവാൻ വേണ്ടി നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ, നാം അപ്രകാരം വീണ്ടെടുത്ത ഒരു ജനമായി വേർതിരിക്കപ്പെട്ട ഒരു ജനമാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
നമ്മുടെ ദൗത്യം എന്ന് പറയുമ്പോൾ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കത്തക്കവണ്ണം ഒരു പ്രവർത്തനത്തിലേക്ക് നാം കടന്നു വരേണ്ട ആവശ്യമുണ്ട്. അതിനായി നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ നാം അതിനായി പരിശ്രമിക്കണം. നമ്മുടെ പരിശ്രമമാണ് നമ്മളെ വീണ്ടെടുക്കത്തക്കണം ഇടയാക്കുന്നതെന്ന് നാം ചിന്തിക്കണം. അതിൻ്റെ 20, 22, 23 വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവരുടെ അടുക്കൽ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിലനിർത്തിയാൽ അവ നിലനിർത്തപ്പെടുമെന്ന് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ അന്ന് ശിഷ്യന്മാരായിരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ഉറപ്പും ധൈര്യവും നൽകത്തക്കവണ്ണം കർത്താവ് അവിടുന്ന് കടന്നുപോയി കഴിയുമ്പോൾ ആ ഉറപ്പും ധൈര്യത്തോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു ആഹ്വാനത്തോടൊപ്പം അവർക്ക് വേണ്ടിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടെയാണ് നടത്തപ്പെടുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോട് അവരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ ക്ഷമിക്കുന്ന പാപങ്ങൾ അവ ക്ഷമിക്കപ്പെടും, അത് നിലനിർത്തിയാൽ നിലനിർത്തും. ഒരു അധികാരം കൂടെയാണ് കൊടുക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള അധികാരമില്ലെങ്കിൽ പോലും തൻ്റെ നഷ്ടപ്പെട്ടുകൊണ്ട് ജനത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനം നമ്മളിൽ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുക എന്ന് പറയുമ്പോൾ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമായ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുവാൻ ഇടയാക്കുമെന്നുള്ള വിശ്വാസവും നമുക്ക് വേണം. 20, 24, 25 വായിക്കുമ്പോൾ എന്നാൽ യേശു വന്നപ്പോൾ 12 പേരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ യേശുവിനെ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ കൈകളിൽ ആണികൾ കൊണ്ടുള്ള മുറിവുകൾ കാണുകയും ആണിപ്പഴുതുകൾ എന്റെ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പോൾ ആ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ സാക്ഷ്യമായി തീരണമെങ്കിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ഇപ്രകാരമുള്ള സംശയങ്ങൾ കടന്നു വരാറുണ്ട്. തോമാസ് ലീഹ കർത്താവിനോട് കൂടെ നടന്നവരായിരുന്നു. അപ്രകാരമുള്ള ഇടയന്മാരിൽ കൂടെ തന്നെയാണ്, ശിഷ്യന്മാരിൽ കൂടെ തന്നെയാണ് അവൻ കേൾക്കുവാൻ ഇടയായത് കർത്താവ് കടന്നു വന്നെന്നൊക്കെ. പക്ഷേ വിശ്വസിക്കുവാൻ കഴിയാതെ പോകുന്നത്, താൻ കണ്ട് ക്രൂശിക്കപ്പെട്ട അടക്കപ്പെട്ട കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവ് ജീവിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളും പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളുടെ നിവർത്തീകരണമാണ് ഈ നടന്നതെന്നുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ്. നാം ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികളാകുകയില്ല. നാം എന്നും ദേവാലയത്തിൽ കടന്നുപോയതുകൊണ്ട് ക്രിസ്ത്യാനികളാകുകയില്ല. നാം എന്നും വചനം വായിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികളാകുകയില്ല. യഥാർത്ഥമായ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ വചനമായ ആഴമായ ബന്ധമുള്ളതെന്ന് മാത്രമല്ല, ദേവാലയങ്ങളിൽ കടന്നുപോയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവിൻ്റെ അനുഭവത്തിൽ നാം വളരേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനിയായി മാറുന്നത്. അതായത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിത്തീരണം. പ്രകാരം നമുക്കാകുവാൻ കഴിയുന്നുണ്ടോ? അപ്രകാരം അതിലേക്ക് വളരുവാൻ കഴിയുന്നുണ്ടോയെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇന്നും നമ്മുടെ ജീവിതം തോമാസ് ലീഹ പോലെ സംശയത്തിൻ്റെ ജീവിതമാണ്. യഥാർത്ഥമായ കർത്താവ് ഉയർത്തെഴുന്നേറ്റുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നില്ല? നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം. പറഞ്ഞ പോലെ എന്നും ദേവാലയത്തിൽ കടന്നുപോയതുകൊണ്ടോ തിരുമേശയെ സംബന്ധിച്ചുകൊണ്ടോ വചനം വായിച്ചുകൊണ്ടോ മാത്രമല്ല, ഇതിനേക്കാട്ടുപരി ആ വചനം എന്നോട് ആഴമായി സ്പർശിക്കണം. ഞാൻ ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ, തിരുമേശകളിൽ സംബന്ധിക്കുമ്പോൾ
അങ്ങയുടെ പരിശുദ്ധാത്മാവ് എൻ്റെ പാപ സ്വഭാവങ്ങൾ എവിടെയാണെന്ന് കാണിച്ച് അതിനെ ഉപേക്ഷിക്കത്തക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് നാം ഉയരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. സാന്നിധ്യം അനുഭവമാക്കുവാൻ കഴിയുക മാത്രമല്ല, സംശയമില്ലാത്ത രീതിയിൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ എത്രയോ ഘട്ടങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നാം കേൾക്കുന്നത് എന്താണ്? എങ്ങനെയോ നടന്നുപോയി, ഇറ്റ്സ് ബൈ ലക്ക്, ദർ ഇസ് നോ ലക്ക്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ള പ്രവർത്തനമാണെന്ന് നാം മനസ്സിലാക്കണം. കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് മനസ്സലിവുള്ളതുകൊണ്ടാണെന്ന് നാം ചിന്തിക്കണം. നിന്റെ വേദനയിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയാണെന്ന് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഇതൊക്കെ എൻ്റെ കഴിവ് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനം മൂലം എനിക്ക് വലിയ ഒരു മനസ്സലിവ് കിട്ടിയതാണെന്ന് ചിന്തിച്ചാൽ പ്രവർത്തനം കൊണ്ട് ആരും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ കഴിയില്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ വളരുക എന്ന് പറയുമ്പോൾ ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും എന്നെ കരം പിടിച്ച് നിർത്തുന്ന കർത്താവ് എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ നിറവ് നമുക്ക് ആവശ്യമുണ്ട്. 27-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞ് പിന്നെയും കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉളവാകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണിത്. അതായത് തോമാസ് ലീഹ എന്താഗ്രഹിച്ചു അത് തന്നെയാണ് കർത്താവ് പറയുന്നത്. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. ആ ചോദ്യം ഇന്ന് എന്നോടും നിങ്ങളോടും ഉണ്ട് കേട്ടോ. മുൻപ് പൂർത്തീകരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിച്ച് ഈ സമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ അവിശ്വാസിയാണോ വിശ്വാസിയാണോ? നാം പറയും നാം വിശ്വാസിയാണ്. അപ്രകാരം വിശ്വാസിയാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കൊള്ളുക, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അനുഭവമാക്കുവാൻ കഴിയുന്നുണ്ടോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് സത്യമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ കഴിയുന്നുണ്ടോ? അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യം. കർത്താവിന് വേണ്ടി നിലകൊള്ളുക, ആ സത്യത്തിനു വേണ്ടി നിലകൊള്ളുക. അപ്രകാരം നിലകൊള്ളുമ്പോഴാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചെന്ന് നമുക്ക് ആരുടെ മുമ്പിലും ഉറപ്പും ധൈര്യത്തോടും പ്രസ്താവിക്കുവാൻ കഴിയുകയല്ല. എന്നെയും നിങ്ങളെയും വഴി നടത്തുന്ന കർത്താവ് ആഗ്രഹിക്കുന്നതും അതാണ്. ബോട്ട് വായിക്കട്ടെ, അതിൻ്റെ 28-29 വായിക്കുമ്പോൾ, തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നാം ഒക്കെ കാണാതെ വിശ്വസിച്ചവരല്ലേ? എത്ര ഭാഗ്യ പദവിയാണ്, യാഥാർത്ഥ്യം തന്നെ. പക്ഷെ ആ വിശ്വാസം എങ്ങനെയാണ്? നാം ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ ആ ദേവാലയത്തിൽ കർത്താവിനെ അനുഭവമാക്കുവാൻ അല്ലെങ്കിൽ കാണുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ടോ? എത്രയോ പേർക്ക് ലോകത്തിൽ അപ്രകാരമുള്ള അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതായി നാം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല? അപ്പോൾ എവിടെയോ നമ്മുടെ മുൻപിൽ ഇന്നും നാം സൃഷ്ടിച്ചൊരു മറയുണ്ട്. നാം മറയിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ യാഥാർത്ഥ്യമെങ്ങാനും കർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിത്തീരുമെന്നുള്ള ഭയപ്പാടാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ ദൃഷ്ടിയിലല്ലാത്ത അല്ലെങ്കിൽ കാണുവാൻ കഴിയാത്ത ഒരു കാര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെന്നുകൊണ്ട് ചിന്തിക്കുന്നില്ല. കർത്താവ് നമ്മളെ ഉള്ളവചനമായി അറിയുന്ന ഒരു ദൈവമാണെന്ന് എന്തുകൊണ്ട് നാം മനസ്സിലാക്കുന്നില്ല? നമ്മുടെ ജീവിതത്തിൽ നാം നോയമ്പ് കാലങ്ങൾ കടന്നുപോയി, ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞു, കഷ്ടാനുഭവാഴ്ചകൾ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അതിലൊക്കെ നാം ആത്മാർത്ഥമായി സംബന്ധിച്ചവരുമായിരിക്കും.
അതിനായി വേണ്ടിയ കാര്യങ്ങൾക്ക് ദേവാലയങ്ങളിലും നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ കൈത്താങ്ങ് നൽകുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തവരായിരിക്കും. നല്ല കാര്യം. ഇതൊക്കെ ആവശ്യമാണ്. ഇതിനെക്കാട്ടി ഒരു കാര്യം ആവശ്യമുണ്ട്. വിശ്വാസത്തിൻ്റെ പൂർണ്ണത. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഞാൻ മുങ്ങിപ്പോകുമോ എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ അവിടെ വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. അതായത് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും കരം പിടിച്ച് നടത്തുന്ന കർത്താവ് എന്നോടൊപ്പം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തിലേക്കാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ ഈ പുസ്തകം എഴുതുമ്പോൾ, ഈ സുവിശേഷം നമുക്കായി നൽകുമ്പോൾ, യോഹന്നാൻ ശ്ലീഹ 20:30-31 ഇപ്രകാരമാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അത്ഭുതങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ എനിക്കും നിങ്ങൾക്കും നിത്യജീവനിലേക്ക് വഴി നടത്തത്തക്കോണം ഇടയാക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള സുവിശേഷങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഇത്ര വ്യക്തമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹയോട് പറയുന്നത്. ഇത്ര വ്യക്തമായിട്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ എഴുതിയിരിക്കുന്നത് പൂർണ്ണമായി നാം വിശ്വസിക്കുന്നെങ്കിൽ, ഇത് സത്യമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നിത്യജീവിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തുവാൻ ഇടയാകും. പക്ഷെ അപ്രകാരം ഒരു വിശ്വാസത്തിലേക്ക് നാം ഉയരണം. പ്രയാസങ്ങൾ കാണും, വേദനകൾ കാണും, അസ്വസ്ഥതകൾ, അനാരോഗ്യങ്ങൾ കാണും. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ മനസ്സമാധാനം നൽകത്തക്കോണം എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു പറഞ്ഞ കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഇടയാക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവും പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ സമാധാനം അനുഭവമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം കടന്നു വരണം. കർത്താവല്ലാതെ ഒരുവൻ പോലുമില്ല നിത്യജീവിലേക്ക്. കർത്താവ് മാത്രമാണ് നിത്യജീവിലേക്കുള്ളൊരു വഴിയെന്ന് നാം മനസ്സിലാക്കണം. ലോകത്താർക്കും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാൻ കഴിയുകയില്ല. ഈ വചനം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുവാൻ കഴിയുമോ എന്നൊന്ന് ചിന്തിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷികളായി നാം ഓരോരുത്തരും ജീവിക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശേഖർനാഥ കൃപയിലും സാന്നിധ്യത്താൽ ഞങ്ങൾ ഇത്രത്തോളം ബലപ്പെടുത്തിയ അവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, സാക്ഷീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളൊന്നുമല്ല, ഏതുമല്ല കർത്താവെ, ഞങ്ങളായിരിക്കുന്നതിൻ്റെ കൃപയൊന്നും മാത്രമാണ് വിശ്വസിക്കുന്ന കർത്താവെ. ആ വിശ്വാസത്തിൻ്റെ നിറവിൽ പൂർണ്ണമായ മുറുകെ പറ്റി ജീവിപ്പാൻ കർത്താവെ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് എല്ലാം അങ്ങയുടെ നാമത്തിന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.